സ്കൂളിൽ പഠിക്കുമ്പോ കോളേജിൽ പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്തു അല്ലെങ്കിൽ കമന്റ് അടിച്ചു എന്ന് പറയുമ്പോ കൂടപ്പറപ്പിന്റെ രക്തം തിളക്കുകയാ, കൂടപ്പറപ്പവനെ തല്ലാൻ പോവുകയാ. എടാ ചെറുപ്പക്കാരാ, എന്നാ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ സഹോദരിയുടെ കല്യാണം ഉറപ്പിച്ചു, ഒരു തമ്മ പെണ്ണ് കണ്ടു, അവന് കെട്ടിയിട്ടില്ല. നിന്റെ സഹോദരി അവന് വിവാഹം കഴിച്ചിട്ടില്ല. ആ വിവാഹം കഴിച്ചാലല്ലേ അവന്റെ ഭാര്യയാകൂ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് എത്രയോ ഫംഗ്ഷൻ നിന്റെ വീട്ടിൽ നടക്കാറുണ്ടല്ലോ. ഈ പുരുഷനായ ചെറുപ്പക്കാരൻ ആ ഫംഗ്ഷന് വരുമ്പോ ഈ കണ്ടവന്റെ കൂടെ കേറ്റി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുമ്പോ എന്നേടാ നിന്റെ രക്തം തിളയ്ക്കാത്തത്, എന്നേ പ്രതികരിക്കാത്തത്? എവിടെയോ കിടന്ന ഒരുത്തരം അവൻ നിക്കാഹ് കഴിച്ചാലല്ലേ ഭാര്യയാകൂ. കണ്ടവന്റെ കൂടെ കേറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോ എവിടെ പോയടാ നിന്റെ ഈമാ, എവിടെ പോയടാ സഹോദരി സ്നേഹം? എന്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയണമടോ, പച്ച വ്യഭിചാരമാ. 18-20 കൊല്ലം പോറ്റി വളർത്തിയ വാപ്പ സ്വന്തം മകളോട് പറയുകയാ, അവന്റെ കൂടെ കേറി നിൽക്ക്. അനിയത്തിക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞ കൂടപ്പറപ്പ് വീട് കയറി തല്ലും. ഞാൻ ചോദിക്കട്ടെ, ഒരുത്തം വന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, നിക്കാഹൊന്നും കഴിച്ചില്ല. പിന്നെ അതിനിടയിൽ ഒടുക്കത്തെ ഒരുപാട് ചടങ്ങുണ്ടല്ലോ, ഒരുപാട് ചടങ്ങുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പയ്യൻ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ പോയി പറയും. എന്നിട്ട് ഉമ്മാനെയും സഹോദരിമാരെയൊക്കെ പറഞ്ഞു വിടും, ഉമ്മ നിങ്ങളൊക്കെ പോയി നോക്ക്. അവര് പോയിട്ട് പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ കിടക്കണ ഒരു വള ഊരി ആ കുട്ടിയുടെ കയ്യിലിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് ചടങ്ങുകളുണ്ട്. എന്ത് ചടങ്ങ് നടന്നാലും ഈ പയ്യൻ ആ പെണ്ണിന്റെ വീട്ടിൽ പോകാറില്ല. ഈ പെണ്ണ് കാണാൻ പോയ പയ്യൻ പിന്നെ പോകുന്നത് നിക്കാഹ് കഴിക്കാൻ, അല്ലാതെ ആ വീട്ടിൽ പോകത്തില്ല. നാണക്കേട്. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇവൻ തന്നെ എന്തിനു മുമ്പന്തിയിലുണ്ട്, ഇവൻ എല്ലാത്തിനും മുമ്പന്തിയിലുണ്ട്. മുട്ടായി കൊടുക്കാൻ മുമ്പ് ഇവൻ അമീർ നേരെ അങ്ങോട്ട് പോയി. ഇപ്പൊ പിന്നെ ആഡിറ്റോറിയത്തിലാണല്ലോ. പടച്ചവനെ ആഡിറ്റോറിയത്തിൽ വാ മോനെ, വാടാ, പെണ്ണിന്റെ നന്ദ വിളിക്കുക, ഇങ്ങോട്ട് കയറി വാ, സ്റ്റേജിൽ കയറി വാ, ഇങ്ങോട്ട് വാ മോളെ. ഇവന്റെ കൂടെ കയറി നില്ല. നാണവില്ലേ വാപ്പ നിനക്ക്? എവിടെ പോയടാ സഹോദര നിന്റെ രക്തമൊക്കെ? നിന്റെ പെങ്ങൾക്ക് ഒരുത്തൻ കമന്റ് അടിച്ചപ്പോ നീ തല്ലാൻ പോയല്ലോ. ഈ കണ്ടവന്റെ കൂടെ കയറി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ നിന്റെ ഈമാൻ എവിടെ പോയി? നിന്റെ രക്തം എവിടെ പോയി? അള്ളാഹു ഉമ്മത്തിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം തന്ത എന്താ പറയാ, കയറി വ്യഭിചരിക്കുക? കയറി നിന്നോ? തള്ള ഫോൺ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, ദോ വിളിക്കുന്ന കെട്ടാൻ പോകുന്നവൻ എടുക്കടി, സംസാരിക്കടി, ആലോചിക്ക്. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രതികരിക്കണം സഹോദര, പറയാനുള്ളത് പറയണം. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് അല്ലാഹു ഈ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതിയവർ, അള്ളാഹു ഹൃദയത്തിൽ ഈമാൻ എഴുതിയവർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, നിക്കാഹ് കഴിച്ചാൽ മാത്രമേ ഭാര്യയാകത്തുള്ളൂ. അല്ലാതെ തൊട്ടാ നീ മരിച്ചാൽ പോലും മയ്യത്ത് കാണാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നു, നീ ഒരു പെണ്ണിനെ കണ്ടു, നിക്കാഹ് ഉറപ്പിച്ചു, നാളെ രാവിലെ കല്യാണവാ, നാളെ മുഹറിന്റെ സമയത്ത് കല്യാണവാ, നാട്ടുകാരെ മുഴുവനും വിളിച്ചു, മഹർ വാങ്ങിച്ചു, എല്ലാരെയും വിളിച്ചു, ചോറും വെച്ചു, സർവ്വതും വെച്ചു. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നീ മരിച്ചുപോയ ആ പെണ്ണിന് നിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. അതറിയോ നിനക്ക്? കാണാൻ പാടുണ്ടോ? നിക്കാഹ് കഴിച്ചു ഭാര്യയായാലല്ലേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തരുത്. അത് കണ്ട പറയുക തന്നെ വേണം. അത് ഈമാൻ ഉള്ളവർക്ക് ചേർന്ന ഒരു ഗുണമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ഈമാൻ നൽകുമാറാകട്ടെ. ദഹിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറയേണ്ടത് പറയണമല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അള്ളാഹുവേ എല്ലാത്തിനക്കാലം പടച്ചവനെ, ദീനാണ്, അള്ളാഹുവാണ്, വിവിധങ്ങളാണ്. സ്വഹാബികളുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹു ഇടപെടുകയാണ്. ആ സ്വഹാബിയോട് നബിതങ്ങളോട് പറഞ്ഞു, സലാമടക്കാര്. രണ്ടാമതൊരു ചെറുപ്പക്കാരനുണ്ട്. ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിനെ കിട്ടുമ്പോ നദി മറന്നു പോകുന്ന യുവത്വമേ, എവനെയെങ്കിലും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കൂടെ ഇറങ്ങി പോകുന്ന പെൺകുട്ടി
പെൺകുട്ടികൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. ആരുടെ ചരിത്രം എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? അതാ സഅദ് ബിൻ അബീ വഖാസ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പഠിച്ചവനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബിയെ കുറിച്ച് അറിയുകയാണ്, മുത്ത് നബിയെ കുറിച്ച് അറിയുകയാണ്. ഒരു പുതിയ പ്രവാചകൻ വന്നിരിക്കുന്നു എന്നറിയുമ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബിയെ കാണാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അവിടുന്ന് പ്രഭാഷണം കേൾക്കുകയാ, നബിയുടെ ഉപദേശം കേൾക്കുകയാ. അവിടുന്ന് ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോ സഅദ് ബിൻ അബീ വഖാസിന് എല്ലാം മനസ്സിലാവുകയാണ്. അവിടുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ മുസ്ലിമായിരിക്കുന്നു ഉമ്മ, നിങ്ങളും മുസ്ലിമാകണം ഉമ്മ. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ മതം മാറൂല, ഒരിക്കലും ഞാൻ മതം മാറൂല. എടാ സഅദേ, മര്യാദയ്ക്ക് പുതിയ മതം കടന്നിട്ട് പഴയ മതത്തിലേക്ക് തന്നെ മടങ്ങി വാ. ഉമ്മ എത്ര പറഞ്ഞിട്ടും സഅദ് ബിൻ അബീ വഖാസ് അനുവദിക്കുന്നില്ല, അവിടുന്ന് സമ്മതിക്കുന്നില്ല. നേരം വെളുത്താൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ്. നിസ്കരിക്കുകയാ, നന്മ പഠിക്കുകയാ. ഉമ്മാനെ ഒരുപാട് ഉപദേശിച്ചു നോക്കി. ഉമ്മ വല്ലാത്ത വാശിക്കാരിയാ, ഉമ്മ വല്ലാത്ത വാശിക്കാരിയാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാവ് പറഞ്ഞു, സഅദ് ഞാൻ സത്യാഗ്രഹം തുടങ്ങാൻ പോവുകയാ, ഇനി ഞാൻ ഭക്ഷണം കഴിക്കൂല.